പാകിസ്ഥാന് എന്നേക്കുമായി ഇന്ത്യ ഒരു മുട്ടൻ മണി കൊടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണിത്. നമുക്കറിയാം, സിന്ധു നദീജല കരാർ അത് റദ്ദാക്കുമ്പോൾ ഇന്ത്യ പറഞ്ഞത് ഞങ്ങളിത് താൽക്കാലികമായി റദ്ദാക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ സിന്ധു നദീജല കരാർ അത് ഇനി ഒരിക്കലും ഇന്ത്യ പുനഃപരിശോധിക്കാൻ പോകുന്നില്ല എന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം ചിന്തിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. നിലവിൽ പാകിസ്ഥാനിൽ കടുത്ത ജലക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. വെള്ളത്തിനായി പാകിസ്ഥാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള ഈ സിന്ധു നദീജല കരാർ ഇന്ത്യ ഒരിക്കലും പുതുക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് അനിശ്ചിത കാലത്തേക്ക് ഇനി ഈ കരാർ ഞങ്ങൾ തൊടുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനിലെ നദികളിലെ ജലനിരപ്പ് വലിയ തോതിൽ കുറയുകയും ജലനിരപ്പ് 20% ചെയ്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പാകിസ്ഥാനിൽ ജലക്ഷാമം സാധാരണക്കാരെയും കൃഷിയെയും ഒരുപോലെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. ഏപ്രിൽ 22-ന് ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ ആക്രമണം നടത്തി. അടുത്ത ദിവസം ഏപ്രിൽ 23-ന് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചു. തുടർന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളം നിർത്തിവെച്ചു. നിലവിൽ പാകിസ്ഥാനിലെ നദികളിലെ ജലനിരപ്പ് 20% മാത്രമാണ്. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ വെള്ളം ബിയാസ് നദിയുമായി ബന്ധപ്പെടുത്തുന്നതിന് 160 കിലോമീറ്റർ നീളമുള്ള ഒരു തുരങ്കം നിർമ്മിക്കാൻ ഇന്ത്യ പദ്ധതി തയ്യാറാക്കുകയാണ്. ഇത് പാകിസ്ഥാന്റെ സ്ഥിതി കൂടുതൽ വഷളാക്കും. വെള്ളത്തിനായി ദാഹിക്കുകയും ചെയ്യും. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന ഖാരിഫ് സീസണ് പോലും പാകിസ്ഥാന് ആവശ്യത്തിന് വെള്ളം ലഭിക്കില്ല എന്ന റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.